ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐ വിൽ നോക്കിയുടെ ബാക്കി കാണാം. കഴിഞ്ഞ വീഡിയോയുടെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ടീമാൻറ്റിയുടെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുന്നത് വരെയാണ്. അപ്പോൾ അവൻ പോകുന്ന വഴി പറയാണ്, ഇന്ന് ഞാൻ എന്തായാലും വെള്ളത്തിൽ വീഴില്ല, കാരണം ഞാൻ നല്ല പ്രിപ്പയർ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അവൻ്റെ കയ്യിലൊരു ടോർച്ച് ഉണ്ട്, അതാണെങ്കിൽ പാതി എത്തുമ്പോഴത്തേക്ക് ഓഫായി പോകുന്നു. അവന് ആകെ പേടിയാവാതിരിക്കാൻ ഉണ്ടായിരുന്ന ഒരു സാധനം അവൻ്റെ കയ്യിൽ ആ ടോർച്ച് മാത്രമാണ്. ഇപ്പം അത് ഓഫായി പോയിരിക്കുന്നു. അതുമാത്രമല്ല, ഒരുപാട് മൃഗങ്ങളും വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ആരും നടക്കുന്ന സൗണ്ടും കൂടെ കേട്ട് ഇവന് പേടിയായിട്ട് ഇവനാണെങ്കിൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തൊക്കെയോ. തീക്ക് ആരും നടക്കുന്നത് പോലെ തോന്നിയില്ലേ, അത് മറ്റാരും അല്ലായിരുന്നു, നോയി ആയിരുന്നു. നോയി അവൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ടീ പെട്ടെന്ന് കണ്ണ് തുറക്കുന്ന സമയത്ത് കാണുന്നത് നോയിനെയാണ്. നമ്മളായപ്പോലും പെട്ടെന്ന് നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത് ഒരാൾ നമ്മളടുത്ത് വന്ന് നിന്നാൽ പേടിച്ചു പോലെ, അതുപോലെ അവനും പേടിച്ച് അലറി വിളിക്കുകയാണ്. അതിൻ്റെ കൂടെ ബോധം കെട്ട് തറയും വീഴുന്നു. നോയി ആണെങ്കിൽ അവനെ എണീപ്പിക്കാനൊക്കെ നോക്കുന്നു, പക്ഷെ അവൻ എണീക്കാത്തത് കണ്ട് അവനെ ഏതോ ഒരു സ്ഥലത്ത് കൊണ്ട് ഇരുത്തുന്നു. അതിനുശേഷം എന്തൊക്കെയോ മരുന്നൊക്കെ മൂക്കിനടുത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ എണീക്കാത്തതുകൊണ്ട് അവൻ്റെ കവിളിൽ ഒരു അടി കൊടുക്കുന്നു. ആ അടി കൊണ്ടിട്ട് തീ എണീക്കുന്നുണ്ട്. പക്ഷെ അവൻ കണ്ണ് തുറക്കുന്ന സമയത്ത് വീണ്ടും നോയുടെ മുഖം കാണുന്നത് കൊണ്ട് അവൻ പേടിച്ച് അലറി വിളിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ വീണ്ടും അവൻ്റെ ബോധവും പോകുന്നു. നോയി വീണ്ടും അവൻ്റെ കവിളിലടിച്ച് അവനെ ഉണർത്തുന്നു. തീ എണീച്ച് കഴിയുന്ന സമയത്ത് ഒരു സാധനം അവിടെ ഇരിക്കുന്ന തറയെ വീഴുന്നുണ്ട്. ഇതിൻ്റെ സൗണ്ട് കേട്ട് നോയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് തീ. ഇത് കണ്ടിട്ട് നോയി ആണെങ്കിൽ തീയുടെ തലയിൽ തടവിന് ശേഷം പറയണു, ഓ നിന്റെ ഹൃദയം എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന്. ഇവൻ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് തീ ആണെങ്കിൽ അപ്പം തന്നെ അവിടെ നിന്ന് മാറിയിരിക്കുന്നുണ്ട്. തീ നീങ്ങിയിരുന്നതിന് ശേഷം നോയി പറയണ്, എന്തായാലും കൊള്ളാം, ഇന്നലെ നീ വെള്ളത്തിലേക്ക് വീഴുന്നു, പിന്നെ ഇന്ന് തറയിലേക്ക് മയങ്ങി വീഴുന്നു, എന്തായാലും കൊള്ളാം എന്ന്. ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം നോയി ആണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ ഇയർഫോൺസ് എടുത്ത് തീരെ ചെവിയിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചു നേരം പാട്ടൊക്കെ കേട്ടതിന് ശേഷം ഇയർഫോൺസ് തിരിച്ചെടുത്തിട്ട് പറയാണ്, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന്, പക്ഷെ നീ എൻ്റെ ടൈപ്പൊന്നും അല്ലെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം നോയി ആണെങ്കിൽ തീയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ നെറ്റിയിലൊരു കിസ് കൊടുക്കുകയാണ്. തീ ആണെങ്കിൽ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, എന്തായാലും നീ ഇത്രയൊക്കെ ചെയ്തേലും നിനക്കൊരു റിവാർഡ് തരാമെന്ന്. എന്നിട്ട് അവനാണെങ്കിൽ തറയിൽ നിന്ന് എന്തോ ഒരു സാധനം എടുത്ത് തീയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് അപ്പോൾ തന്നെ അവിടുന്ന് പോകുന്നുണ്ട്. തീ ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താ നടന്നതെന്ന് പോലും മനസ്സിലാവാതെ ഇരിക്കുകയാണ്. തീ ആണെങ്കിൽ നടന്നു പോകുന്ന സമയത്ത് നോയി കിസ് ചെയ്തത് തന്നെ ആലോചിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പോവുകയാണ്. പക്ഷെ നടന്ന് പകുതി എത്തുമ്പോഴത്തേക്ക് അവൻ തീരുമാനിക്കുന്നു, എന്തിനാണ് അവൻ എൻ്റെ ഫോർഹെഡിൽ കിസ് ചെയ്തതെന്ന് അറിഞ്ഞേ പറ്റുള്ളൂ, അത് പോയി ചോദിച്ചേ പറ്റുള്ളൂ. ഇത്രയും പറഞ്ഞിട്ട് ഇപ്പോൾ നോയിനെ അടിക്കുമെന്ന രീതിയിൽ തീ അവിടെ നിന്ന് തിരിച്ചു നടക്കുന്നു. തീ നോയെ പോയി കണ്ടുപിടിക്കുന്നത് അവൻ ആരോടോ അടി ഉണ്ടാക്കാനായിട്ട് തയ്യാറായി നിൽക്കുന്ന സമയത്താണ്. തീക്ക് അത് കണ്ടിട്ട് പേടിയാകുന്നുണ്ട്. എന്നാലും അവൻ പറയാണ്, നോയ്ക്ക് എന്തായാലും അവരെ കയ്യിൽ നിന്ന് അടി കിട്ടും, അതിനു മുമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. എന്നിട്ട് അവൻ അവിടെ നിന്ന് തിരിച്ചോടുകയാണ്. ഓടിപ്പോയി ഒരു കമ്പ് എടുത്തുകൊണ്ടാണ് വരുന്നത്, അവരെ ഇപ്പം അടിച്ചു കൊല്ലുമെന്നുള്ള രീതിയിൽ. എന്നിട്ട് അവൻ പറയാണ്, നോയ്ക്ക് അറിയാമല്ലോ അവനിപ്പോൾ അടി കിട്ടുമെന്ന്, എന്നിട്ട് എങ്ങനെയാണോ എന്തോ അവൻ ഇത്രയും കൂളായിട്ട് അവിടെ നിൽക്കുന്നതെന്ന്. ഇത്രയും പറഞ്ഞതിന് ശേഷം തീ ആണെങ്കിൽ അവരുടെ എന്ന് വിളിക്കുന്നുണ്ട്. ഇവർ നോക്കുന്നത് കണ്ടിട്ട് നമ്മളിപ്പോൾ കരുതും അവൻ ചെന്ന് അവരെ അടിക്കുമെന്ന്, പക്ഷെ അടിക്കുന്നൊന്നുമില്ല. ആ കമ്പ് അങ്ങ് തറയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് പേടിച്ച് ചോദിക്കുകയാണ്, അല്ല ഇപ്പം നൈറ്റ് അല്ലേ, പിന്നെ നിങ്ങൾ ഈ ഉറങ്ങാനുള്ള സമയത്ത് എന്തിനാ ഇങ്ങനെ ഒരു ഫൈറ്റിനായിട്ട് ഒരുങ്ങുന്നതെന്ന്. ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒരുങ്ങിയ സമയത്ത് ആരെങ്കിലും വന്ന് അവരെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചുമ്മാതിരിക്കും. അങ്ങനെ ഇവരെ അടിക്കാനായിട്ട് പോകുന്നു. ഇത് കണ്ടിട്ട് നോയി പറയും, നിങ്ങൾ അവനെ ഒന്നും ചെയ്യില്ല, കാരണം അവനൊന്നും അറിയത്തില്ലെന്ന്. പിന്നെ അങ്ങോട്ട് അവിടെ അടിയാണ് നടക്കുന്നത്. കുറച്ചു നേരം അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലൊരു ചെറുക്കനാണെങ്കിൽ അവിടെ കിടക്കുന്ന ഒരു കമ്പി എടുക്കുന്നുണ്ട് നോയിനെ അടിക്കാൻ. ഇത് കണ്ടിട്ട് തീ അവിടേക്ക് വന്നവനെ സഹായിക്കാൻ നോക്കുന്നു. പക്ഷെ സഹായിക്കാൻ നോക്കിയിട്ട് അവന് തന്നെ അടി കിട്ടിയെന്ന് തിരിച്ച്. അതും കൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നോയി ആ കമ്പി വാങ്ങിച്ച അവന്മാരെ അടിക്കുകയാണ്. പിന്നെ അടി കിട്ടി മടുത്ത് കഴിയുമ്പോഴത്തേക്ക് ആ ചെറുക്കന്മാരെ അവിടെ നിന്ന് എണീച്ച് ഓടുന്നുണ്ട്. നോയി അവർ പോയി കഴിഞ്ഞതിന് ശേഷം തീയോട് ചോദിക്കുന്നു, നീ ഇപ്പോൾ എന്നെ വന്ന് സഹായിച്ചത് എന്നെ ഇംപ്രസ് ചെയ്യാനായിരിക്കും അല്ലേ എന്ന്. തീക്കാണെങ്കിൽ അടിയും കിട്ടി വേദനയും കാരണം വയ്യ. എന്നിട്ട് അവൻ്റെ വാക്കുകളും കൂടെ കേട്ടിട്ട് ദേഷ്യം സഹിക്കാനേ വയ്യ. എന്നിട്ട് നോയി ആണെങ്കിൽ തീയുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ കൈ നീട്ടുന്നു. തീ കൈ പിടിക്കാത്തത് കണ്ടിട്ട് അവൻ പറയുന്നു, നീ പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് എണീറ്റേന്ന്. നോയി ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞിട്ട് തീ ആണെങ്കിൽ അവൻ്റെ കൈ കൊടുക്കുന്നതേ ഇല്ല. പിന്നെ തീക്ക് ഒട്ടും തന്നെ എണീക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ്റെ കൈ പിടിച്ച് അവിടെ നിന്ന് എണീക്കുന്നു.
നോയ് അവനോട് പറയുന്നു വാ പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്ന്. അതിനുശേഷം അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകാനായിട്ട് പോകുന്നു. തീയാണെങ്കിൽ കുനിഞ്ഞ് ബാഗ് എടുക്കാൻ നോക്കിയിട്ട് അവനെ കൊണ്ട് പറ്റുന്നില്ല, കാരണം വേദന ഉണ്ട് നല്ല. അപ്പോൾ ഇത് കണ്ടിട്ട് നോയ് ആണെങ്കിൽ അവൻ്റെ ബാഗ് എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് നടന്ന് പോവേണ്. പിന്നെ കാണിക്കുന്നത് ടിമ്മാൻറ്റിയുടെ വീടാണ്. ടിമ്മാൻറ്റിയുടെ മോള് ചോദിക്കുകയാണ്, അല്ല അമ്മ ഇതുവരെ ആയിട്ടും ചേട്ടൻ വന്നില്ലല്ലോ എന്ന്. അപ്പോൾ ആനി പറയും നീ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, അവനിങ്ങ് വന്നോളൂന്ന്. അവിടെ തീ നോയും കൂടെ എങ്ങോട്ടോ പോകാനായിട്ട് നടന്നില്ലേ, അവരൊരു ടെമ്പിളിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും തീ ചോദിക്കുന്നു, അല്ല നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് ഇപ്പോൾ കൊണ്ടുവന്നേന്ന്. അപ്പോൾ അവൻ പറയുന്നു ട്രീറ്റ്മെൻറ്റിനായിട്ട് കൊണ്ടുവന്നേണെന്ന്. അപ്പോൾ അവൻ ചോദിക്കുന്നു എന്ത് ട്രീറ്റ്മെൻറ്റിനെന്ന്. തീ പറയുന്നത് കേട്ടിട്ട് നോയ് പറയും നീ ആദ്യം ഇതിനകത്തോട്ട് കയറി വാ, എന്നിട്ട് എല്ലാം പറയാന്ന്. അങ്ങനെ തീ ആണെങ്കിൽ അകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ അവനൊരു ബോക്സ് വാങ്ങാനായിട്ട് പറയുന്നു. അപ്പോൾ തീ പറയും ഞാനിതിനിത് വാങ്ങണം, ഞാനിത് വാങ്ങില്ലെന്ന്. അപ്പോൾ അവൻ പറയും ഞാൻ നിൻ്റെ അടുത്ത് ഇത് വാങ്ങാൻ പറഞ്ഞത് മറ്റൊന്നിനുമല്ല, എൻ്റെ മുഖം കണ്ടില്ലേ, എൻ്റെ ലിപ്പിലും അതുപോലെ എൻ്റെ ഐബ്രോയിലൊക്കെ ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതിലൊന്ന് മരുന്ന് വെച്ച് തരാനാണ് ഞാൻ നിൻ്റെ അടുത്ത് ഇത് വാങ്ങാനായിട്ട് പറഞ്ഞതെന്ന്. അപ്പം നോയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് ആ ബോക്സ് തന്നതെന്ന് അറിയുമ്പോഴത്തേക്കും അവൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവൻ പറയും ഞാൻ നിനക്ക് വെച്ച് തരാമെന്ന് മരുന്ന്. പിന്നെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നോയാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ അവിടെ പറക്കി വെച്ചതിന് ശേഷം അവൻ്റെ അടുത്ത് പറയുന്നു എനിക്ക് മരുന്ന് പുരട്ടി തരാൻ. അങ്ങനെ തീയും അവന് മരുന്ന് പുരട്ടി കൊടുക്കുകയാണ്. അതിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം തീ മരുന്ന് വെക്കാനായിട്ട് വരുന്ന സമയം നോയുടെ മുഖത്തേക്ക് തന്നെ നോക്കുന്നു. ഇത് കണ്ടിട്ട് നോയ് ചോദിക്കുന്നു, അല്ല നിനക്ക് എൻ്റെ ഹാൻഡ്സം ഫേസിൽ നിന്ന് കണ്ണെടുക്കാനേ പറ്റുന്നില്ലല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു ഓ അങ്ങനെയൊന്നും ഇല്ലെന്ന്. പിന്നെ നീ നിൻ്റെ ഫേസ് ഒന്ന് അങ്ങോട്ട് മൂവ് ചെയ്തേന്ന്. നോയാണെങ്കിൽ തീ പറയുന്നത് കേട്ടിട്ട് തീയുടെ തലയിലേക്ക് തല കൊണ്ടുപോയി ഇടിക്കുകയാണ്. തീ അപ്പോൾ പറയുന്നത് അതെനിക്ക് നല്ലതുപോലെ വേദനിച്ചെന്ന്. അപ്പോൾ അവൻ പറയും ഓ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നീ ആദ്യം എനിക്ക് മരുന്ന് പുരട്ടി തരാൻ നോക്കുന്നു. അങ്ങനെ തീ മരുന്ന് പുരട്ടി കൊടുക്കുകയാണ്. ഈ മരുന്ന് പുരട്ടുന്നതിൻ്റെ ഇടയ്ക്ക് തീരെ കയ്യിലേക്ക് നോയ് പിടിച്ചിട്ട് പറയണ് എനിക്ക് തോന്നുന്നു നീ ഭാവിയിൽ ഒരു നല്ല ഹൗസ് വൈഫ് ആയിരിക്കുമെന്ന്. നോയ് പറയുന്നത് കേട്ടിട്ട് തീക്ക് നല്ല നാണം വരുന്നുണ്ട്. നോയ് എന്നിട്ട് അവൻ്റെ അടുത്ത് പറയണ് എനിക്കറിയാം നീ ഒരു പേടിത്തൊണ്ടനാണെന്ന്, എന്നാൽ പോലും നീ എന്നെ വന്ന് സഹായിക്കാനായിട്ടൊരു മനസ്സ് കാണിച്ചില്ലേ, അതിന് ഞാൻ നിന്നോട് ഒരുപാട് നന്ദി പറയുന്നെന്ന്. പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കാണിക്കുന്നത്. തീ എണീറ്റ് നോക്കുമ്പോഴത്തേക്ക് അവ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. അവൻ എന്നിട്ട് ഇന്നലെ ലാസ്റ്റ് നൈറ്റ് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുകയാണ്. നോയ് അവനോട് പറഞ്ഞിരുന്നു നീ എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് തരണമെങ്കിൽ ഈ മഴയ്ക്ക് ശേഷം ഞാൻ നിന്റെ വീട് വരെ കൊണ്ടാക്കി തരാമെന്ന്. നോയ് പറഞ്ഞതുപോലെ തന്നെ തീയുടെ കൂടെ പോകുന്നുണ്ട്. പക്ഷെ പകുതി എത്തുമ്പോഴത്തേക്കും നോയ് നേരത്തെ അടിയായില്ലേ കുറച്ച് പയ്യന്മാരോട്, ആ പയ്യന്മാരെ കാണുന്നുണ്ട്. അവന്മാരെന്തായാലും ആ സമയത്ത് അങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ നോയിനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അടിക്കാന്നുള്ള രീതിയിലായിരിക്കൂലേ. അതുകൊണ്ട് നോയ് ആണെങ്കിൽ തീയെ അവിടെ നിന്ന് കൂട്ടി തിരിച്ച് ടെമ്പിളിലേക്ക് പോകുന്നു. നോയ് ആണെങ്കിൽ അവിടെ ചെന്നോണ്ടേ കിടന്നുറങ്ങുന്നുണ്ട്. പക്ഷെ തീക്കാണെങ്കിൽ അവിടെ കിടന്നുറങ്ങാനേ പറ്റുന്നില്ല, പേടി കാരണമാണ്. തീ പിന്നെ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചതിന് ശേഷം എങ്ങനെയൊക്കെയോ ഉറങ്ങുന്നു. അപ്പോൾ ഇവൻ ഇതൊക്കെ ഓർത്ത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പോകുന്നു. ഇവൻ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് അവിടേക്ക് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും വരുന്നു. അവരവനെ കണ്ടിട്ട് അന്തം വിട്ട് ചോദിക്കുകയാണ് ഇപ്പോഴത്തെ കാലത്ത് പിള്ളേരൊക്കെ ഇങ്ങനെ രാവിലെയൊക്കെ അമ്പലത്തിലൊക്കെ വരുമോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ അവർക്ക് ചിരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ദേഷ്യത്തിലാണ് പോകുന്നത്, കാരണം നോയ് അവനെ ഒറ്റയ്ക്ക് അവിടെ ഇട്ടിട്ട് പോയില്ലേ. അപ്പോൾ ഇവ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നോയുടെ ഫ്രണ്ട് അവിടെ വരുന്നുണ്ട്. ഇവനെ നമുക്ക് ഓമെന്ന് വിളിക്കാം. അവൻ തീയോട് പറയുന്നു നിന്നെ എൻ്റെ ബോസ് വിളിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്, അങ്ങോട്ട് വരാൻ. ഇത് കേട്ടിട്ട് തീ പറയുന്നു എനിക്കിപ്പോൾ വിശക്കുന്നില്ല, ഞാൻ അതുകൊണ്ട് വരുന്നില്ലെന്ന്. അപ്പം നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ബൈ ബൈ.